സിദ്ദിഖ് MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി സിദ്ദിഖ്, താങ്കൾ ഉൾപ്പെടെയുള്ളവർ സുരക്ഷിതരാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. താങ്കൾ ഇപ്പോൾ എവിടെയാണ്, കശ്മീരിൽ എവിടെയാണ് ഉള്ളത്? എന്താണ് താങ്കൾക്ക് അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ? ഞങ്ങളിപ്പോ ശ്രീനഗറിലെ സർക്യൂട്ട് ഹൗസിലാണുള്ളത്. കനത്ത സെക്യൂരിറ്റി ബന്ദോബസ്തിൽ സുരക്ഷിതരായി ഞങ്ങളെല്ലാം ഇരിക്കുന്നു. ഞങ്ങൾ വൈകുന്നേരം 5:20 ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങിയത്. നാളെ കാലത്ത് 11 മണിക്ക് ജമ്മു ആൻഡ് കാശ്മീരിലെ ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്. അതിനുവേണ്ടിയാണ് ഇവിടെ എത്തിയത്. ആ ഇന്ററാക്ഷൻ KPA മജീദ് സാഹിബിന്റെ MLA നേതൃത്വത്തിലുള്ള സംഘമാണ്. മുകേഷ്, അതുപോലെ ആൻസൽ MLA, ഞാനും, അതുപോലെ അസംബ്ലി ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതി മാഡത്തിന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥ ടീമും ഉൾപ്പെടെയുള്ള ടീമാണ് ഇവിടെ എത്തിയത്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിയപ്പോ അവിടെ വെച്ചുകൊണ്ട് പഹൽഗാമിൽ നിന്ന് അല്പം മുമ്പ് യാത്ര തിരിച്ചെത്തിയതായ മലയാളി സംഘത്തെ കണ്ടു. വ്യാപകമായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ടൂറിസം ഡെവലപ്മെന്റ് കാശ്മീരിൽ നടക്കുക. അപ്പോ ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടു. ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ PGക്ക് പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസിനെ കണ്ടു. ഇവിടേക്ക് വന്നതായ മറ്റ് മലയാളി സംഘങ്ങൾ, അവരൊക്കെയായിട്ട് ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. മൂകമായ അന്തരീക്ഷമാണ്. ശ്രീനഗർ ഹൈ ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് ശ്രീനഗർ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് തന്നെ ഇവിടെ എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റി സംവിധാനം ഇവിടെ ക്രമീകരിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നാളെ മീറ്റിംഗ് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. പഹൽഗാമിലെ സംഭവത്തിന് ശേഷം അവിടെ വല്ല മലയാളികളും പെട്ടോ എന്നുള്ളത് ഞങ്ങൾ പ്രോട്ടോകോൾ ഓഫീസർ ഉൾപ്പെടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പേഴ്സൺസ് ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോ അങ്ങനെ ഒരു വിവരം ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഈ ഹൈക്കോടതി ജഡ്ജിമാരടക്കം ഉണ്ട് കശ്മീരിൽ എന്നുള്ളതാണ്. അവരൊക്കെ സുരക്ഷിതർ എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ഒത്തിരി പേരെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ശ്രീനഗർ ഭാഗത്ത് പഹൽഗാമിൽ മലയാളികൾ, എല്ലാ മനുഷ്യന്റെ ജീവനും വിലയുണ്ട്, പക്ഷെ മലയാളികൾ ആരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഇതേ ഒരു കാര്യം ഉള്ളത്, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും കാശ്മീരിന്റെ ടൂറിസത്തിന്റെ ഒരു ഹൈ മൂവ്മെന്റ് നടക്കുന്ന ഈ ഒരു സമയത്ത് ബോധപൂർവമായി രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ഭീകരാക്രമണമാണ്. അതിനെ രാജ്യം ഒറ്റക്കെട്ടായി നേരിടും എന്നുള്ള പ്രതിജ്ഞയാണ് ഈ സമയത്ത് എടുക്കാനുള്ളത്. നാളെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിക്കും. എത്ര ദിവസമാണ് അവിടെ, എത്ര ദിവസത്തെ മീറ്റിംഗ്? നാളെ മീറ്റിംഗ് കഴിഞ്ഞ് മറ്റന്നാൾ തിരിക്കാനുള്ള പ്ലാനിംഗ് ആണ് ഓൾറെഡി ഞങ്ങൾ എടുത്തിരുന്നത്. ഇനിയിപ്പോൾ നിലവിൽ ഇത് മാറ്റിവെച്ചിട്ടുള്ള അങ്ങനെയുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടുമില്ല അല്ലെ? ഇല്ല, ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്തിരുന്നു. മാറ്റിവെച്ചതായ ഒരു വിവരമില്ല. വളരെ നന്ദി. അതുപോലെ പോകാം. വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അവർ ഇന്ന് വൈകിട്ടാണ് അവിടെ എത്തിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞത്. ടൈറ്റ് സെക്യൂരിറ്റിയാണ് എല്ലായിടത്തും, തങ്ങൾ സുരക്ഷിതരാണ് എന്നുകൂടിയാണ് ശ്രീ ടി സിദ്ദിഖ് പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.